So good morning. Today we are going to the topic Zeeman effect. The Zeeman effect, it was invented by Peter Zeeman on 1896. Actually, what is the Zeeman effect? It is the splitting of spectral lines in the presence of magnetic field. അതായത് സ്പെക്ട്രൽ ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആറ്റംസ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുക. സിമിലർലി ആറ്റംസ് കൂടി ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആറ്റംസ് എന്ത് ചെയ്യും? ചില പ്രത്യേക ലൈൻസ് ലൈറ്റ് അബ്സോർബ് ചെയ്യും. അതിനെയാണ് നമ്മൾ അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറയുക. അപ്പോൾ സപ്പോസ് ഒരാറ്റം ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതേ ആറ്റം തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ഈസ് നെയ്മഡ് as the Zeeman effect. So what is happening here? Here, if we are placing an atom in a magnetic field, the spectral line emitted by the atom is going to be splitting into 2 or 3 or 4 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു. ആ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Zeeman effect എന്ന് പറയുന്നത്. So what you mean by this Zeeman effect means it is the splitting of spectral lines in the presence of magnetic field. ആൻഡ് നമ്മളൊന്ന് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇറ്റ് കൺഫേം സ്പേസ് ക്വാണ്ടൈസേഷൻ. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു. സ്പേസ് ക്വാണ്ടൈസേഷൻ മീൻസ് സ്പേസ് ക്വാണ്ടൈസേഷൻ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ഐഡിയ അബൌട്ട് സ്പേസ് ക്വാണ്ടൈസേഷൻ ഫ്രം ദിസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പേസ് ക്വാണ്ടൈസേഷന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് സ്പേസ് ക്വാണ്ടൈസേഷനുമായി ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡിറക്ഷനും പോസിബിൾ അല്ല. ആംഗുലാർ മൊമെൻറ്റത്തിന് ചില ക്വാണ്ടൈസ്ഡ് ഡിറക്ഷൻസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അതിനെയാണ് നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി സ്റ്റഡിഡ് അബൌട്ട് ദിസ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ Zeeman effect, we need to study about the magnetic moment of an electron. So before that, you know, a current carrying loop that will have a magnetic moment, isn't it? അതൊരു എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് മൊമെന്റ് അതിനുണ്ടാകും. അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് എ കറന്റ് ക്യാരിയിങ് ലൂപ്പ് വിൽ ആക്ട് as a മാഗ്നറ്റിക് ഡൈപോൾ, isn't it? ഇതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം. യു നോ ദ magnetic dipole moment of a current carrying loop, you know that is equal to mu is equal to I into A. You studied about this in fourth semester, I think, in electrostatics. You studied about this, not in electrostatics, in magnetostatics, അതായത് electrodynamics 1 എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇൻ ദ 4th chapter you studied about this. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ആൻഡ് യു റെഫർ ദാറ്റ്സ് ഓക്കെ. നമുക്കതിൻ്റെ സർഫസിൽ കൂടി പോകാം. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ് എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. സോ in the case of a current carrying loop, you know the magnetic moment mu is equal to I into A, where I is the intensity of current passing through that loop and A is the area of that loop. You can look to this picture. So here current is passing in this direction, then the magnetic moment will be in this direction. So the magnetic dipole moment will be in this direction, where A is the area of that loop. So we are trying to find the magnetic moment of an electron. You know that electron will undergo in an orbital motion. So in the case of an orbital motion means it is orbital motionൽ ഇലക്ട്രോൺ ക്യാരി ചെയ്യാന്ന് വെച്ചാൽ എന്താ, അത് പോവാന്ന് വെച്ചാൽ എന്താ, ഇവിടെ എന്താ ചെയ്യുക? ഒരു കറണ്ട്, അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പായിട്ട് ഇത് ആക്ട് ചെയ്യാണ്, isn't it? Because here charges is moving in this orbit. ചാർജ് ഈ ഓർബിറ്റിൽ മൂവ് ചെയ്യാണ്. സോ ഇറ്റ് വിൽ ആക്ട് as a കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, isn't it? അതായത് ഒരു ഇലക്ട്രോൺ ചുറ്റുമായിട്ട് ഇങ്ങനെ കടന്ന ഒരു ഇലക്ട്രോൺ. യു നോ വാട്ട് ഈസ് കറണ്ട്? കറണ്ട് ഈസ് ദ motion of charges. motion of charges നാണ് കറണ്ട് എന്ന് പറയുക. സോ ഹിയർ യു നോ ദ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ ദാറ്റ് ഓർബിറ്റ്. അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ആൻ ഓർബിറ്റ് ഈസ് ദർ. സോറി, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോഷൻ ഓഫ് സ്റ്റാർ, ദാറ്റ് മീൻസ് എ കറണ്ട് ഈസ് ദർ. ആൻഡ് വി നോ ദാറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഈ ലൂപ്പിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ we know it is a current carrying loop, so it will have a magnetic dipole moment. So we are going to find what is the magnetic dipole moment due to electron. You know the magnetic dipole moment is equal to current into area of that loop. So from here, let the radius of this loop is r. If r is the radius of this orbit, or
let the radius of this orbit is r. If r is the radius of the orbit, you know that the area of the circle will be pi r square. That is you know. And current എന്ന് പറയുന്നത് എന്താ? Charge by time ആണ്. So here charge is equal to minus t, and t, let t, capital T is the time period of that circular motion, or that time period of that revolution. So we can write that I is equal to minus e by t, isn't it? So I am writing it here. That means mu is equal to minus e by t into pi r square. And here 1 by t, you know what is t? T is the time period of this orbital motion. So 1 by t can be written as f, that is frequency. So I can write that 1 by t instead of 1 by t, I can write f. So I can write the magnetic moment mu as minus e into f into pi r square, isn't it? So here we know ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് തന്നെ മ്യൂവിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഇവിടെ ഐ എന്ന് എടുത്തിരിക്കുന്ന ഒരു പോസിറ്റീവ് കറണ്ട് ആണ്. സോ ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. ബട്ട് ഹിയർ ദ ചാർജ് ഈസ് നെഗറ്റീവ്. സോ യു നോ ദാറ്റ് mu is equal to minus e f pi r square. So the magnetic moment will be to the downward direction. So it is about the magnetic moment of an electron. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ഇതുവരെ ഫ്രീക്വൻസിക്ക് ന്യൂ എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്തത്. അവിടെ ന്യൂ നമ്മൾ വേറൊരു ടേമിന് ഇവിടെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ എഫ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചത്. ചില ടെക്സ്റ്റുകളിൽ ദേ ആർ യൂസിങ് ദ ടേം ന്യൂ to represent this frequency. You can use whatever the term you need. So here we can write the magnetic moment mu is equal to minus e f pi r square. It's okay. So that is about the magnetic moment of electron. So magnetic moment എളുപ്പമാണ്. magnetic moment of a current carrying loop എന്ന് വെച്ചാൽ intensity of current into area ആണ്. And here we know what is current. Current എന്ന് പറയുന്നത് minus e by time period t ആണ്. area എന്ന് പറയുന്നത് pi r square ആണ്. Just I substituted that value in that equation, then we are getting the magnetic moment. And we can study about the angular momentum of electron. And you know what is angular momentum? Angular momentum is equal to mvr, that you know. L equal to mvr, where m is the mass, here mass of electron, v is the velocity of that particle. So here that electron, that is v is velocity of electron, r is the radius of that loop. You know this one. But you know that the v can be represented as r omega, where v is the linear velocity and omega is the angular velocity, and r is the radius of that loop. So I am substituting v equal to r omega in this equation L. So I can write that as, if I am substituting v as r omega, so I can write L is equal to mr square omega, isn't it? And omega is the angular velocity. So from there, or we can be written as angular frequency also. So from here what I can write, you know that angular frequency is equal to 2 pi into frequency. So I am substituting that value here. So what I can write here, instead of omega, I am substituting the value 2pf. So I can write that L equal to 2 pi m r square f, where f is the frequency of revolution, isn't it? So I can write the angular momentum of electron as 2 pi m r square f. So I have two equations here. One is that one. I know the magnetic moment of electron, that is equal to minus e f pi r square, magnetic dipole moment. അപ്പോൾ അതിന് മാഗ്നറ്റിക് മൊമെൻ്റ് എന്നും പറയാറുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്. മാഗ്നറ്റിന് നമുക്കറിയാം മോണോപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന സാധനം, മോണോപോൾ എന്ന് പറയുന്നത് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഡൈപോൾ മൊമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്, ഓർ സിംപ്ലി ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ദ മാഗ്നറ്റിക് മൊമെൻ്റ്. ആൻഡ് വി നോ ദ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ഇലക്ട്രോൺ mu is equal to minus e f pi r square. And we know angular momentum L is equal to, sorry, I made a mistake here. I will correct it. L is equal to 2 pi m r square into f. Okay. Sorry for the typing error. So we know that magnetic moment mu is equal to minus e f pi r square, and angular momentum equal to 2 pi m r square f. So the ratio of these two, that is named as the gyromagnetic ratio. So what I mean by gyromagnetic ratio means, gyromagnetic ratio is the ratio of, gyromagnetic ratio is the ratio of magnetic moment to angular moment. So magnetic momentum angular momentum തമ്മിലുള്ള റേഷ്യോയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. So we can write that gyromagnetic ratio is the ratio of magnetic moment to angular momentum. So here we know what is magnetic moment, that is equal to minus e f pi r square, and angular momentum you know that is equal to 2 pi m r square f. So this mu by L, that is named as the gyromagnetic ratio. So here, from here, if we are substituting the value of mu and L in this equation, we know that f will cancel, r square will cancel, then at last we will get mu by L is equal to minus e by 2m. So what is the gyromagnetic ratio of electron? Means that will be minus e by 2m.
So what is gyromagnetic ratio എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. mu by L എന്ന് പറയുന്നത് -E/2m ആണ്, isn't it? അതായത് എന്താ, mu L-ഉം തമ്മിൽ അതല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എ നെഗറ്റീവ് സൈൻ ഇസ് ദർ. ദാറ്റ് മീൻസ് mu L എന്താണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്, isn't it? So if L is in this direction, mu will be in this direction, isn't it? We know that the angular momentum will be in this direction if the particle is moving in this like this, and here the magnetic moment of electron is in this direction, isn't it? We studied it in the previous class. It's okay, sorry, in the previous slide. So we know that the gyromagnetic ratio mu by L is equal to -E/2m. It's okay. So now we discussed about magnetic moment of electron, angular momentum of an electron, and about the gyromagnetic ratio. And we are going to find what is the potential energy of a magnetic dipole placed in a magnetic field. We are placing a magnetic dipole in an external magnetic field having field strength capital B. So here we know, and you studied about the torque of a magnetic dipole in the previous semester, that means in the 4th semester. That torque will be equal to mu cross B, isn't it? Where mu is the magnetic dipole moment and B is the magnetic field. So here we know torque is a vector, mu is a vector, and B, that is magnetic field, they are vectors, so all are vectors, and it is equal to A cross B, that is a cross product rule. That is mu cross B means that is a cross product. So you know, in the case of a cross product, if mu is the magnitude of the vector mu and capital B is the magnitude of vector B, and if theta is the angle between mu and B, I can write this mu cross B as mu B sin theta. So we found what is the torque due to the dipole when it is placing in a magnetic field. So we know that if we are placing a dipole in a magnetic field, a torque will act. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടോർക്ക് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒരെണ്ണത്തിലേക്ക് ടോർക്ക് മീൻസ് വാട്ട് യു മീൻ ബൈ ടോർക്ക്, ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് അല്ലേ. അതായത് ടോർക്ക് ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഡൈപോൾ ഒന്ന് തിരിയും. ദാറ്റ് ഡൈപോൾ വിൽ അണ്ടർഗോ ഇൻ എ റൊട്ടേഷണൽ മോഷൻ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഡൈപോളിനെ ഞാനൊന്ന് തിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. ഈ ഫീൽഡ് മൂലം ഏത് ഡിറക്ഷനിലാണോ തിരിയേണ്ടത് അതിൻ്റെ ഒപ്പോസിറ്റ് ഡിറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ ആം ഗോയിങ് ടു റൊട്ടേറ്റ് ദിസ് ഡൈപോൾ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം, അതായത് ഓൾറെഡി വി നോ ദാറ്റ് എ ടോർക്ക് ഈസ് ദർ, ടോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഒപ്പോസിംഗ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ മസ്റ്റ് ഡു സം വർക്ക്, ഇസ്ന്റ് ഇറ്റ്? So the work done to rotate the dipole by an angle d theta can be written as dw, that will be equal to tau d theta, isn't it? വർക്ക് ഡൺ എന്ന് പറയുന്നത് ലീനിയർ മോഷൻ ആണെങ്കിൽ f into dx ആണ്. പക്ഷെ അത് റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഫോഴ്സിൻ്റെ അനലോഗി എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇസ് ടോർക്ക്, ആൻഡ് യു നോ ദ അനലോഗി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഹിയർ, ദാറ്റ് ഇസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സോ dw can be written as dou d theta, isn't it? So that is the work need to do to rotate the dipole through a small angle d theta. So we are going to find the total work done. Total work done കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. So the total work done means that will be integral mu b sin theta d theta, isn't it? അപ്പോൾ തൽക്കാലം ഞാൻ അതിൻ്റെ റെഫറൻസ് ആയിട്ട് ഞാൻ π/2 എടുത്തു. ഞാൻ π/2 റെഫറൻസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളൂ. സാധാരണ കേസിൽ π/2 ആയിട്ടാണ് നമ്മൾ റെഫറൻസ് എടുക്കാറ്. ഇനി ഇത് 0 180 ആയിട്ട് എടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഹിയർ ഐ ആം ടേക്കിംഗ് ദ റെഫറൻസസ് π/2. So I am going to integrate it. Mu and b, they are constant according to theta, so I can take it outside. Then integral sin theta d theta, that will be minus cos theta. Then I am going to give the limit. Lower limit is π/2 and upper limit is theta. അപ്പോൾ lower limit, upper limit minus lower limit, that means cos theta minus cos π/2. Cos π/2 is, what is cos π/2? That is equal to 0. So we can take that is equal to minus mu b cos theta. So the work done is equal to minus mu b cos theta എന്ന് നമുക്ക് പറയാം, isn't it? അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്തായിരിക്കും വർക്ക് ഡൺ? ദാറ്റ് വിൽ ബി മൈനസ് mu b, isn't it? ഓക്കെ, അതിൽ വർക്ക് ഡണിലേക്ക് വരട്ടെ. ഒരു മിനിറ്റ്, ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞിട്ട് അത് പറയാം. അപ്പോൾ ഈ വർക്ക് ഡൺ ചെയ്തത്, ഐ ഹാഡ് ഡൺ എ വർക്ക് ടു റൊട്ടേറ്റ് ദാറ്റ് ഡൈപോൾ ഇൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അഗൈൻ വെൻ അത് മാഗ്നറ്റിക് ഫീൽഡിൽ വച്ചിരിക്കുന്ന ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വർക്ക് ചെയ്തു. ആ വർക്ക് എന്തായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും? ദാറ്റ് വിൽ സ്റ്റോർ എസ് എ പൊട്ടൻഷ്യൽ എനർജി ഹിയർ, isn't it? So the stored potential energy um will be equal to minus mu b cos theta.
isn't it? If theta equal to 0, theta 0 ആണെന്ന് വെച്ചാൽ എന്താ, അതായത് this magnetic dipole is aligned in the direction of field അല്ലേ. തീറ്റ എന്ന് പറയുന്നത് എന്താ, മ്യൂവും ബിയും തമ്മിലുള്ള മ്യൂ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഡൈപോളും ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ തീറ്റ 0 ആണ് മീൻസ് എന്തായിരിക്കും, മ്യൂവും ബിയും ഒരേ ഡിറക്ഷനിലായിരിക്കും അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മൈനസ് മ്യൂ ബി ആയിരിക്കും, isn't it? ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു π/2 എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ π/2 മീൻസ് മൈനസ് മ്യൂ ബി കോസ് തീറ്റ, ദാറ്റ് വിൽ ബി 0, isn't it? ആൻഡ് ഇഫ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്തായിരിക്കും, 180 degree means pi. What will be cos pi? That will be minus 1. That means u or the potential energy will be mu b. അല്ലേ, അതായത് എന്താ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടുന്നത് എന്താ, മ്യൂ ബി ആണ്. മിനിമം പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടുന്നത് എന്താ, മൈനസ് മ്യൂ ബി ആണ്. എന്തുകൊണ്ട്, π/2 റെഫറൻസ് ആയി എടുത്തതുകൊണ്ട്, isn't it? സോ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക, ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഈ മാഗ്നറ്റിക് ഡൈപോൾ എഗെയിൻസ്റ്റ് ദ ഫീൽഡ് ആകുമ്പോഴാണ്, ആയിരിക്കില്ലേ, എഗെയിൻസ്റ്റ് ദ ഫീൽഡ് ആകുമ്പോഴായിരിക്കില്ല അതിൽ കൂടുതൽ എനർജി ഉണ്ടാവുക, വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫീൽഡ് ആണെങ്കിലോ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വളരെ മിനിമം ആണ്, അത് മൈനസ് മ്യൂ ബി ആണ്. കാരണം എന്താ, ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫീൽഡ് ആണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. കാരണം എന്താ, വളരെ കുറവായിരിക്കും. കാരണം എന്താ, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എഗെയിൻസ്റ്റ് ദ ഫീൽഡ്, അതായത് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ഈ ദാറ്റ് മീൻസ് ഫീൽഡ് ഈ ഡിറക്ഷനിലാണ്, ഞാൻ ഈ ഡൈപോളിന് എന്ത് ചെയ്യുന്നു, ഈ ഫീൽഡിൻ്റെ എഗെയിൻസ്റ്റ് ആക്കി ഞാൻ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ പിടിച്ചു വയ്ക്കാൻ, ദാറ്റ് മീൻസ് ഐ നീഡ് ടു ഡു എ വർക്ക്, ദാറ്റ് വർക്ക് ഈസ് മ്യൂ ബി, സോ ദാറ്റ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഹിയർ. അപ്പോൾ അത് വിട്ട് എന്താ സംഭവിക്കുക, ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ എനർജി, isn't it? So the maximum potential energy will be there when theta is equal to 180 degree. It's okay. So that is about the potential energy of a dipole placed in magnetic field. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ആംഗുലാർ മൊമെൻറ്റവും മാഗ്നറ്റിക് മൊമെൻറ്റവും ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് 1 എന്ന പേപ്പറിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തു തന്നുള്ളൂ. So here you know the potential energy um is equal to minus mu b cos theta, that you know here, isn't it? But we know the gyromagnetic ratio, that is mu by L is equal to minus E by 2m, isn't it? From there I can write mu is equal to minus EL by 2m. So here what I am going to do, I am going to substitute the value minus EL by 2m for mu. So I will get the potential energy as EL by 2m into B cos theta, isn't it? And you know what is L? L is the angular momentum. And in the previous class we studied that the angular momentum of an electron can be written as root L into L plus 1 into h cut, where L is named as the orbital content number, isn't it? ഇവിടെ നിന്നാണ് നമ്മൾ ക്യാപിറ്റൽ L ആംഗുലാർ മൊമെൻറ്റത്തെ നമ്മൾ ഇങ്ങനെ കിട്ടിയത്. അത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ദ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഫോർ ക്യാപിറ്റൽ L ഹിയർ ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, സിമിലർലി വി നീഡ് ടു നോ തീറ്റ. വാട്ട് ഈസ് തീറ്റ? ആൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഞാനൊരു റെഫറൻസ് ആക്സിസ് എടുക്കുന്നു, ആ റെഫറൻസ് ആക്സിസ് ഐ ആം ടേക്കിംഗ് ആസ് എ z ആക്സിസ് and I am applying the magnetic field in this direction. അപ്പോൾ magnetic field in this direction ഞാൻ അപ്ലൈ ചെയ്യുന്നു, and then the angular momentum is in this direction. ഈ ഡിറക്ഷനിലായിരിക്കും ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ആംഗുലാർ മൊമെൻറ്റത്തിന് എല്ലാ ഡിറക്ഷൻസും പോസിബിൾ അല്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിലാണെങ്കിൽ ആ ഡിറക്ഷൻ എന്ന് പറയുന്നത് കോണ്ടൈസ്ഡ് ആണ്. ആ കോണ്ടൈസേഷനെ പറ്റിയാണ് നമ്മൾ സ്പേസ് കോണ്ടൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഹിയർ വി നോ ദ സെറ്റ് കമ്പോണന്റ് ഓഫ് ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം വിൽ ബി ml h cut എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, isn't it? So the z component of this angular momentum will be ml h cut. That ml can have value minus L2 plus L, minus L plus 1, etc. 0, etc. L minus 1 to L. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സ്പേസ് കോണ്ടൈസേഷൻ എന്ന് പറയുന്ന ഐഡിയ കിട്ടിയത്. സോ ദ z component of this angular momentum is ml h cut. ഇവിടെ ഒരു h കട്ടും കൂടി വേണമായിരുന്നു. And here the angular momentum എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. So we know the theta is the angle between this, isn't it? So the theta we know that is equal to adjacent side divided by hypotenuse. Here the hypotenuse is equal to capital L, that is equal to root L into L plus 1 h cut, and this adjacent side is equal to ml h cut, isn't it?
So cos theta will be ml h cut divided by root L into L plus 1, isn't it? That means h cut and h cut will cancel. That cos theta is equal to ml h cut divided by root L into L plus 1 h cut and h cut will cancel. Then we can write that cos theta is equal to ml divided by root L into L plus 1. So I am going to substitute that value in this equation. So I am substituting the value of capital L and I am substituting the value of cos theta in this equation. So if we are substituting this value for this capital L, we are writing root L into L plus 1 h cut, isn't it? And here cos theta we are writing ml divided by root L into L plus 1. Then this root L into L plus 1 and root L into L plus 1 will cancel. The remaining will be ml E h cut divided by 2m into V. So it is the potential energy. And this E h cut by 2m, അതിനെ നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന ഒരു പുതിയൊരു ടേം ആയിട്ടാണ് നമ്മൾ പറയാറ്. അതായത് ഇ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m എന്ന് പറയുന്നതിനെ നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയും. ന്യൂക്ലിയർ ഫിസിക്സിൽ നിങ്ങളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമായിരിക്കും. സോ ദാറ്റ് മ്യൂ ബി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m എന്ന് പറയാം. ദാറ്റ് ഈസ് നെയിംഡ് ആസ് ദ ബോർ മാഗ്നറ്റോൺ. ഒന്നുമില്ല, ഇ എച്ച് കട്ട് ബൈ 2m എന്ന് പറയുന്നത് ഇ ഈസ് എ കോൺസ്റ്റന്റ്. ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. എം ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആൻഡ് എച്ച് കട്ട് എന്ന് പറയുന്നത് എച്ച് ബൈ 4π ആണ്, ദാറ്റ് ഈസ് എൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഇ എച്ച് കട്ട് ബൈ 2m എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നെയിംഡ് ആസ് ദ ബോർ മാഗ്നറ്റോൺ. സോ ദിസ് ഇ എച്ച് കട്ട് ബൈ 2m എന്ന് പറയുന്നത് എന്താണ്? ബോർ മാഗ്നറ്റോൺ ആണ്, മ്യൂ ബി ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് പൊട്ടൻഷ്യൽ എനർജി as ml mu b into capital B. That is the potential energy of an electron എന്ന് നമുക്ക് പറയാം. The potential energy of an electron placed in magnetic field capital B is equal to um, that is equal to ml mu b and capital B. And you know what is mu b? Mu b എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. Don't be confused. mu എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. mu b എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. Don't be confused with these two terms. And ml എന്ന് പറയുന്നത് you know that is the magnetic quantum number. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോഴും ഈ സെഡ് ആക്സിസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഡിറക്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് വി ml ക്യാൻ ബി റിട്ടൺ as the magnetic quantum number. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? um എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ഇലക്ട്രോണിൻ്റെ എനർജി ഉണ്ട്. ആ എനർജിയുടെ കൂടെ എന്തും ആഡ് ചെയ്യപ്പെടും? ഈ മാഗ്നറ്റിക് എനർജിയും കൂടി, ആ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും കൂടി ആഡ് ചെയ്യപ്പെടും. isn't it? ദിസ് mlന് എന്തൊക്കെ വാല്യൂ ആവാം? L ഈക്വൽ ടു 0. എസ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ എല്ലിന് 0 എന്ന് പറയുന്ന വാല്യൂ തന്നെയേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ mlന് 0 എന്ന് പറയുന്ന വാല്യൂ തന്നെ ഉള്ളൂ. അപ്പോൾ um 0 ആണ്. അപ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഇല്ല. ഇനി ml എന്ന് പറയുന്നത് L എന്ന് പറയുന്ന 2 ആണെങ്കിലോ, L എന്ന് പറയുന്ന 2 എന്ന് ആദ്യം L 0 പറഞ്ഞു, L 1 പറയാം. L ഈക്വൽ ടു 1. L ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 ആവുക. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 ആവുക എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിനാണ് നമ്മൾ പി സ്റ്റേറ്റ് എന്ന് പറയുക. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 0, L 0 ആവുന്നതിന് നമ്മൾ എസ് സബ്ഷെൽ എന്ന് പറയും. L 1 ആവുകയാണെങ്കിൽ അതിനെ പി സബ്ഷെൽ എന്ന് പറയും. L 2 ആവുകയാണെങ്കിൽ അതിന് ഡി സബ്ഷെൽ എന്ന് പറയും. L 4 ആവുകയാണെങ്കിൽ അതിന് എഫ് സബ്ഷെൽ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടി, L 0 എസ് സബ്ഷെൽ, L 1 പി സബ്ഷെൽ, L 2 ഡി സബ്ഷെൽ, L 3 എഫ് സബ്ഷെൽ. അപ്പോൾ ഇതിൽ ഓരോന്നിലും L 0 ആകുമ്പോൾ mlന് 0 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഓർബിറ്റൽ മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. isn't it? L equal to 0 means only one orbital is there. And if L equal to 1, that means p സബ്ഷെല്ലിന് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട് അല്ലേ? ml equal to -1, ml equal to 0, ml equal to 1. 3 വാല്യൂ പോസിബിൾ ആണ്. അതായത് 3 ഓർബിറ്റൽസ് ആർ there, isn't it? ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? px, പിന്നെ py, pz, isn't it? And if L equal to 2, mlന് കിട്ടുന്ന വാല്യൂ ഏതൊക്കെയാണ്? -2, -1, 0, 1, 2. That means 5 values are possible there. അതുപോലെ തന്നെ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഡി സബ്ഷെല്ലിന് 5 ഓർബിറ്റൽ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. dxy, dyz, dx, dx² - y², dz². Those are the 5 orbitals there. It's okay. അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി പറയുമ്പോൾ if we are thinking about a ഇലക്ട്രോൺ ഇൻ എ പി സബ്ഷെൽ, അതല്ലെങ്കിൽ എന്താ L ഈക്വൽ ടു 1 എന്ന് പറയുന്ന
സബ്ഷെല്ലിലുള്ള അല്ലെങ്കിൽ L ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ ഉള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എമ്മിലിന് എന്തൊക്കെ വാല്യൂ വരാം? -1 വരാം, 0 വരാം, +1 വരാം. Isn't it? So the potential energy may be minus mu b into b, 0 and plus mu b into b. Isn't it? അപ്പോൾ അങ്ങനെ 3 പൊട്ടൻഷ്യൽ എനർജി അവിടെ പോസിബിൾ ആണ്. Isn't it? അതായത് നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്തു നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? So we can say that in the presence of a magnetic field, the energy states will break up to several levels. Isn't it? It is the condition in the absence of magnetic field. Absence of magnetic field means there is no any capital B there. അപ്പോൾ ഈ പറഞ്ഞ L equal to 1 എന്ന് പറയുന്ന സബ്ഷെല്ലിലെ എല്ലാ ഇലക്ട്രോൺസിനും ഒരേ എനർജിയാണ്. And I applied a magnetic field, isn't it? Then what is happening there? എനർജി എന്ന് പറയുന്നത് എന്താകുന്നു? ഒരെണ്ണത്തിൻ്റെ എനർജി കൂടുന്നു. അതായത് എന്താ? If ml equal to +1, if it is L equal to 1 state, that is ml may be 1, 0 and -1. And if ml equal to 1, the potential energy is equal to mu b into capital B, isn't it? So this mu b into capital B must be added to this energy, then we will have a upper state there, isn't it? And if ml equal to 0, we know um is equal to 0. That means potential energy 0 ആണ്, എനർജി എന്ന് പറയുന്നത് പഴയ എനർജി തന്നെയാണ്. And in the third case we know that the mu L equal to -1, so that um is equal to minus mu b into capital B. അപ്പോൾ എന്താ? എനർജി കുറഞ്ഞു അല്ലേ? മൈനസ് mu b into capital B ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇത്രയും കുറവാണ്. So we will get it here, isn't it? So that means here the spectral lines, or we know that level split into 3, isn't it? അപ്പോൾ ലെവൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എമിഷൻ നടക്കുമ്പോൾ സ്പെക്ട്രൽ ലൈൻസ് നടക്കുകയെന്ന് വെച്ചാൽ എമിഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? അബ്സോർപ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒറ്റൊരു ജമ്പിങ് ഉള്ളൂ, isn't it? And the frequency emitted may be nu 0. In this case 3 ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ജമ്പ് ചെയ്യുന്നത്. ഈ ലെവല്, ഈ ലെവൽ, ഈ ലെവല്. അപ്പോൾ ഈ ലെവലാണെങ്കിൽ എന്തായിരിക്കും? എനർജി എന്ന് പറയുന്നത് mu b കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എനർജി ബൈ h ആണ്. So the frequency of this one will be mu 0 minus mu b into capital B, mu b into capital B by h, isn't it? അതുപോലെ ഈ തേർഡ് സ്റ്റേറ്റിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് സ്റ്റേറ്റിന് അതേ എനർജി തന്നെയാണ്, mu 2 is equal to mu 0. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലുള്ള എനർജിക്കാണ് ഇത് തന്നെയാണ്, mu 0 തന്നെയാണ്. ആൻഡ് ഇൻ ദ തേർഡ് കേസ് വാട്ട് വി ക്യാൻ സേ? തേർഡ് കേസിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഹിയർ വി നോ ദാറ്റ് ദ എനർജി എന്ന് പറയുന്നത് എന്താ? mu b into capital B അത്രയും കൂടുതലാണ്, isn't it? So the frequency എന്ന് പറയുന്നത് എത്രയായിരിക്കും? mu b into capital B by h കൂടുതലായിരിക്കും. So that will be the frequency emitted by this transition, isn't it? അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? Before applying the magnetic field we got only one spectral line, that frequency equal to mu 0. And after applying this magnetic field, what is happening here? The spectral lines split into 3. ഒന്നിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ mu 0 minus mu b into capital B by h ആണ്. സെക്കൻഡിൻ്റെ mu 0 ആണ്. തേർഡ് വണ്ണിൻ്റെ mu 0 plus mu b into capital B by h ആണ്. So it is the Zeeman effect. So here what is happening? In the presence of magnetic field, the spectral line splits into 3 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. And here we are thinking about L equal to 1 state ആണ് എടുത്തത്, L equal to 2 state ആണ് ഞാൻ ഇവിടെ എടുത്തത്. L equal to 2 state means you know that is equal to L equal to 2 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു D സബ്ഷെല്ലാണ്. അപ്പോൾ D സബ്ഷെല്ലാകുമ്പോൾ L equal to 2 state ആണ്. അപ്പോൾ mലിന് -2 to +2 വാല്യൂസ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ D സബ്ഷെല്ലിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 ഓർബിറ്റൽസ് പോസിബിൾ ആണ്, isn't it? അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ L equal to 1 എന്ന് പറയുമ്പോൾ that is P സബ്ഷെല്ലാണ്. അപ്പോൾ P സബ്ഷെല്ലിൽ തന്നെ ml equal to -1 to 1, അതായത് 3 ഓർബിറ്റൽസ് ഉണ്ട്, പി എക്സ്, പി വൈ, പി സെഡ്. ഓക്കെ. അപ്പോൾ ബിഫോർ അപ്ലൈങ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇതിൻ്റെ എനർജി ഇതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു. ബട്ട് ആഫ്റ്റർ അപ്ലൈങ് മാഗ്നറ്റിക് ഫീൽഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഈ L equal to 2 സ്റ്റേറ്റ് എത്രയെ 5 എണ്ണമായി സ്പ്ലിറ്റ് ചെയ്തു. L equal to 1 സ്റ്റേറ്റോ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, isn't it? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് മച്ച് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻസ് ആർ പോസിബിൾ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ Zeeman എഫക്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി പറയുന്നു. എന്താണ് Zeeman എഫക്ട് എന്ന്? Zeeman effect means it is a splitting of spectral lines in the presence of magnetic field. അതിൽ നിന്ന് magnetic moment of electron എന്താണ്, angular momentum of electron എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് gyromagnetic ratio കിട്ടി. And we know what is the potential energy. Potential energy എന്ന് പറയുന്നത് -mu b into cos theta ആണ്.
ആ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗൈറോമാഗ്നറ്റിക് റേഷ്യോയിൽ നിന്ന് നമുക്കതിനെ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. So we will get this equation and we substitute the value of cos theta here, then we are getting what is the potential energy. അപ്പോൾ potential energy depend on value ml. അപ്പോൾ ml എന്ന് പറയുന്നത് that is മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന് -L to +L വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് തന്നെ ഒരുപാട് വാല്യൂസ് സ്പ്ലിറ്റിംഗ് പോസിബിൾ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസിഷൻ നടക്കുമ്പോൾ അത് തമ്മിലുള്ള എനർജി ഡിഫറൻസിന് സ്പ്ലിറ്റിംഗ് സംഭവിക്കും. അങ്ങനെ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതൊരു എസ്സേ ആയിട്ട് തന്നെ ചോദിക്കാം, അതിനുള്ള വകുപ്പുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് സീമൻ എഫക്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്.